ഷാമിന്റെയും ജുനുവിന്റെയും ഗുലാബി നൈറ്റിലേക്ക് സ്വാഗതം. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനായി. നമ്മളെ പരിപാടി എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങളിവിടെ അടിച്ചു പൊളിച്ചോണ്ടിരിക്കുകയാണ്. ഒരു സൈഡില് പാട്ട്. ഇപ്പൊ പിന്നെ മഞ്ഞൾ തേക്കുന്ന ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫാമിലി ഓരോരുത്തരായിട്ട് പോയി മഞ്ഞളൊക്കെ തേക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. മൊത്തത്തിൽ കിടിലം വൈബിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഞങ്ങളെ ഡാൻസ് ഒക്കെ വരാം. എല്ലാരും ഞാനൊന്ന് മറന്നിരുന്നതായിരുന്നു. സമാധാനപ്പെട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഡാൻസ് കാണാം. നമ്മുടെ ഫുൾ ടീം ഇതാ എല്ലാരും റെഡി ആയിട്ട് ഇവിടെ ഉണ്ട്. ബ്രൈഡും ഗ്രൂമും താഴേക്ക് ഇറങ്ങില്ലേ? ഇനി അടുത്തത് ഇനിയിപ്പോ ബാക്കി ഡാൻസ് കളിക്കുന്നവർക്കാണ് സ്റ്റേജ്. അപ്പൊ ബ്രൈഡും ഗ്രൂമും ഫ്രണ്ടിൽ തന്നെ ഇരുന്നോളൂ. മഞ്ഞളൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഞാൻ എന്റെ രീതിയിൽ ഒന്ന് ടച്ചപ്പ് ചെയ്ത് എടുത്തതാണ്. നല്ല മേക്കപ്പ് വരും എല്ലാം കൂടെ. ഇപ്പൊ മഞ്ഞളൊക്കെ വടിച്ച് കളഞ്ഞു ഐ മേക്കപ്പ് ഒക്കെ എനിക്ക് തോന്നുന്നു ഒരു നാച്ചുറൽ ഒരു ബ്രൈറ്റ്നസ് കൂടെ വന്നിട്ടുണ്ട്. കലാപരിപാടികൾ തുടങ്ങാൻ വേണ്ടി പോവാണ്. ഗ്രൂമിന്റെ അതായത് പപ്പയും മമ്മിയും സിസ്റ്ററും ഒക്കെ വരാനുണ്ട്. അപ്പൊ ഒരു വഴി തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഈ സൈഡിൽ ഇവിടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. കുറച്ച് ഡിലേ ആയി. എന്റെ ബ്രൈഡിന്റെ പ്രോഗ്രാംസിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? എങ്ങനെ പോകുന്നു? നല്ല പ്രോഗ്രാം. ഞാൻ വിചാരിച്ച അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് എല്ലാരും എൻജോയ് ചെയ്ത് പോകുന്നുണ്ട്. എല്ലാരും പിങ്ക് കളർ ഡ്രസ്സിൽ കാണാൻ തന്നെ എന്തൊരു ഭംഗിന്നറിയോ. ഞാനിപ്പോ എന്റെ കുടുംബക്കാരോടൊക്കെ പറഞ്ഞു നിങ്ങളൊക്കെ പിങ്ക് കളറിൽ ഇത്ര ഭംഗിയുണ്ടെന്ന് ഞാൻ മനസ്സിലായത്. നല്ല രസമുണ്ട്. എല്ലാം നല്ല. വേറൊരു കാര്യം പറയാനുള്ളത് ഒരു ബ്രൈഡെന്നോ അല്ലെങ്കിൽ ഒരു ഗ്രൂം എന്നുള്ളൊരു ടെൻഷൻ നമുക്കില്ല. ഒരു ടെൻഷനും ഇല്ല. ശരിക്കും നമ്മളെ രീതിയിൽ നമ്മളെങ്ങനെയാണ് ഒരു പരിപാടി അറ്റൻഡ് ചെയ്യുന്നില്ല ആ ഒരു രീതിയിൽ തന്നെ പോണത്. ആ വൈബിൽ തന്നെ പോണത്. അവിടെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും കൂടുതൽ ഞങ്ങളെ വക കുറച്ച് സ്വീറ്റ്സ്. ഷാമിന്റെയും ജുനുവിന്റെയും എന്താ പറയാ ഗുലാബിന്റെ വക ക്യൂട്ടായിട്ടുള്ള ഒരു എന്താ പറയാ എന്തെങ്കിലും പറയാ പോലെ നമ്മള് സെറ്റ് ഒരു സ്വീറ്റ്സിന്റെ ഒരു കുഞ്ഞൊരു. അതെ അപ്പൊ നമുക്ക് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കേട്ടോ. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് അസുഖം വന്നതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ അങ്ങനെ വലിഞ്ഞു വർത്താനം പറയാണ്ട് ശ്വാസം ഇടക്കിടക്ക് നിങ്ങൾക്കൊരു കാര്യം അറിയോ? നിങ്ങളുടെ ഈ ജീവിതത്തിലെ ഹൽദി കഴിഞ്ഞു. 2 ദിവസം കൂടി കഴിഞ്ഞ കല്യാണം കഴിഞ്ഞു.